അപ്പൊ വെക്കേഷൻ ഒക്കെ ആയല്ലേ, അപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ യാത്രയിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടാന്ന് അറിയണ്ടേ? നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പൊ നമ്മൾ നിലമ്പൂരാണുള്ളത്. കുടിക്കാൻ പോവാണേ. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ 6 മണിക്കാണ് കേട്ടോ ഇറങ്ങിയത്. ഇപ്പൊ നിലമ്പൂർ എത്തിയിട്ട് നമ്മൾ ഒരു കടയിൽ നിർത്തി ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ ഈ കടയിൽ കുറെ ഉപ്പിലിട്ടതുണ്ട് കേട്ടോ. നെല്ലിക്ക, മാങ്ങ, പൈനാപ്പിൾ, ക്യാരറ്റ്, അതുപോലെ കുറെ വെറൈറ്റി ആയിട്ടുള്ള കേട്ടോ ഉണ്ട് കേട്ടോ. അപ്പൊ ചേച്ചി ശരത്തമ്മാവനോട് ഫോട്ടോ ഒക്കെ എടുക്കുവാണേ. ഞങ്ങൾ രണ്ടുപേരും കുലുക്കിയാണ് കേട്ടോ പറഞ്ഞത്. കുലുക്കി വന്നിട്ടുണ്ട്. ഈ കടയുടെ പേര് വഴിയോരം എന്നാണ് കേട്ടോ. നിങ്ങളും നിലമ്പൂർ വന്നിട്ടുണ്ടെങ്കിൽ ഈ കടയിൽ നിന്നൊക്കെ ചിലപ്പോൾ കഴിച്ചു കാണും. കാരണം ഇവിടുത്തെ ഫേമസ് കടയാണ് കേട്ടോ ഇത്. കരിമ്പ് ജ്യൂസും കുലുക്കി അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഗ്രീൻ ആപ്പിൾ കുലുക്കിയാണ് മേടിച്ചത്. പിന്നെ ഞങ്ങൾ ഈ കടയിലെ ചേച്ചിയോട് ചേട്ടനോടും ഒക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ വീട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണെന്നാണ് കേട്ടോ പറഞ്ഞത്. അവരിവിടെ വന്നിട്ട് 9 വർഷമായി. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ വീടിൽ നിന്ന് ഒരു 3 കിലോമീറ്ററൊക്കെ മാറിയിട്ടാണ് കേട്ടോ ഇവരുടെ വീട്. അപ്പോൾ ഇവർ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ മസനഗുഡിയിലോട്ട് പോവാണ്. ഫ്രണ്ട്സ്, ഈ റൂട്ട് ഫുള്ള് ഹെയർ പിൻ വളവാണ് കേട്ടോ. പിന്നെ ഫോറസ്റ്റ് ഏരിയയാണ്, അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് അന്താക്ഷരിയൊക്കെ കളിച്ചേട്ടോ. കഠിനമായ കളിക്ക് ശേഷം ഇപ്പൊ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആനിമൽസിനെ ഒക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങള്. അപ്പൊ ഇത്തവണ ഞങ്ങളുടെ കൂടെ ശരത്തമ്മാവനും ഉണ്ട്. ഞങ്ങളിപ്പോ അന്താക്ഷരി സിനിമാ പേര് കളിച്ചോണ്ടൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അമ്മയും അച്ഛനും ഒരു ടീം, പിന്നെ ഞങ്ങള് 3 കേട്ടോ വേറൊരു ടീം. ടൂറിസം എഴുതിയൊരു ബോർഡൊക്കെ ഉണ്ട്. പിന്നെ കാടായതുകൊണ്ട് ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇത്തവണ മസനഗുഡി വഴി ഊട്ടി ചെന്നിട്ട് ഊട്ടിയിൽ ഒരു ദിവസം ഒന്ന് കറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് കൊത്തഗിരി, കൊടനാട് വ്യൂ പോയിന്റ് ഒക്കെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ഊട്ടിയേക്കാൾ നല്ല മനോഹരമായ സ്ഥലമാണ് ഈ കൊത്തഗിരി എന്നൊക്കെയാണ് ആൾക്കാർ പറയാറുള്ളത്. അപ്പൊ ഇപ്രാവശ്യം അവിടെയൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പൊ നമ്മളിതേ മുതുമല ടൈഗർ റിസർവിൽ എത്തിയിരിക്കുവാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. മൃഗങ്ങളെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു അടിപൊളി കണിക്കൊന്ന നിൽക്കുന്നത്. അതിൽ നമുക്ക് യെല്ലോയുടെ പല ഷെയ്ഡ്സും കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. നമുക്കിവിടെ കുറച്ച് മാനിനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് മാനുകളെ സ്പോട്ട് ചെയ്തേക്കുവാണ് കേട്ടോ. ആദ്യമായിട്ട് ഇവിടെ ഒരു കൂട്ടം മാനുകൾ നിൽപ്പുണ്ട്. ഞങ്ങൾ അധികം ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ഇവിടെ വണ്ടി നിർത്തി ഇതുങ്ങളെ കണ്ടോണ്ടിരിക്കുവാണ് കേട്ടോ. ഇവിടെ ഇതുങ്ങളുടെ കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കുറെ മാനുകളെയൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനി അടുത്തതായിട്ട് എന്താ കാണുന്നേന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പൊ അവിടെ ദൂരെയായിട്ട് ഒരു ആന നിൽപ്പുണ്ട്. അത് കാട്ടിലെ ആന തന്നെയാണോ എന്ന് അറിയത്തില്ല. ഇവിടെ വേറെ കുറെ ആനകളൊക്കെ തടി പിടിക്കാൻ വേണ്ടി നിൽക്കുന്നതൊക്കെ കണ്ടായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അത്രയും ദൂരെ ആവുന്നുണ്ട്. ഇത് കാട്ടാനയാണോ അത് തടി പിടിക്കാൻ കൊണ്ടുവന്ന
മനസ്സിലാവുന്നില്ല. ഫ്രണ്ട്സ്, നമ്മളിപ്പോ അങ്ങനെ ഒരു കുരങ്ങനെ സ്പോട്ട് ചെയ്തിരിക്കുവാണ് കേട്ടോ. വണ്ടിയുടെ ചില്ല് താത്തിയിട്ടില്ല, കാരണം താത്തിയാൽ ചിലപ്പോൾ കുരങ്ങൻ അകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇഷ്ടമാതിരി മാനുകളെയും കുരങ്ങന്മാരെയൊക്കെ കണ്ടേട്ടോ. ഇവിടെ കുരങ്ങന്റെ മാന്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മസനഗുഡിക്ക് പോകുന്ന റൂട്ടിലോട്ട് ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മസനഗുഡി വഴി പോകുമ്പോഴത്തേക്കും ഇതിനേക്കാളൊക്കെ ഒത്തിരി ആനിമൽസിനെ കാണാൻ നമുക്ക് ചാൻസ് ഉണ്ട്. നിങ്ങളിവിടെ ഒരു ബോർഡ് കണ്ടില്ലേ? ഇവിടെ ഊട്ടിക്ക് 36 കിലോമീറ്റർ, മസനഗുഡിക്ക് 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ്, നമ്മളിപ്പോ മസനഗുഡിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഒരുപാട് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളിപ്പോ തന്നെ കുറെ മാനെ കണ്ടേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ കുറെ മയിലൊക്കെ നടക്കുന്നുണ്ട്. എൻട്രൻസിലോട്ടൊന്നും എത്തിയുള്ളൂ. ഇത്തിരി കൂടെ കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും അലൗഡ് അല്ല. അങ്ങ് ദൂരെ കണ്ടോ മാനുകൾ നിൽക്കുന്നത്? ഇവിടെ മയിലും ഉണ്ട്, അതിനെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാ നമ്മളൊരു മയിലിനെ കണ്ടിരിക്കുവാണ് കേട്ടോ. അതിന്റെ അടുത്ത് തന്നെ 2 മാനുകളും ഉണ്ട്. വേറൊരു മാൻ. ഇവിടെ നിറച്ച് മാനുകളാണ് കേട്ടോ. റോഡിന്റെ 2 സൈഡിലും നിറച്ച് മാനുകളും മയിലുകളുമാണ്. പിന്നെ കുരങ്ങന്മാരും ഇഷ്ടംമാതിരി ഉണ്ട്. സിംഹവാലൻ കുരങ്ങനും പിന്നെ സാധാരണ കുരങ്ങനും ഉണ്ട്. ഇവിടെ പിന്നെ ഫോറസ്റ്റ് ജീപ്പ് ഒക്കെ കിടക്കുന്നുണ്ട്. ഫോറസ്റ്റിലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളൊരു സിംഹവാലൻ കുരങ്ങനെ സ്പോട്ട് ചെയ്തിരിക്കുവാണേ. അതവിടെ വെറുതെ ഇരിക്കുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പഴം ഇട്ട് കൊടുക്കുമോ എന്നൊക്കെ നോക്കിയിരിക്കുമായിരിക്കും. അപ്പൊ നമ്മൾ വളരെ പതുക്കെയാണ് കേട്ടോ പോകുന്നത്, കാരണം ആനിമൽസ് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി പതുക്കെയാണ് കേട്ടോ പോകുന്നത്. അവിടെ കുറെ കുരങ്ങന്മാരുടെ കൂട്ടം ഉണ്ട് കേട്ടോ. ഇഷ്ടമാതിരി കുരങ്ങന്മാരിരിപ്പുണ്ട്. ആ ഉണങ്ങിയ മരത്തിന്റെ ബ്രാഞ്ചിൽ ഇരിപ്പുണ്ട്. വേറെ ഒരു മാനിനെയും കൂടെ നമ്മൾ കണ്ടിരിക്കുവാണേ. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ കാണാനായിട്ട്. അങ്ങ് അകലെയായിട്ട് നമുക്ക് മലകളൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തെളിഞ്ഞ ആകാശമാണ് കേട്ടോ. പിന്നെ റോഡൊക്കെ നല്ല റോഡാണ് കേട്ടോ, കുഴികളൊന്നുമില്ല. വേറെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇഷ്ടംമാതിരി. നല്ല രസമാണ് കേട്ടോ പുറത്തോട്ട് നോക്കി കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അത്രയ്ക്ക് രസമാണ് ഈ വ്യൂ കാണാൻ വേണ്ടി. അപ്പൊ നമ്മളത് ഊട്ടിയിലോട്ട് അടുത്തിട്ടുണ്ട്. ഇവിടെ കൃഷിപ്പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ക്യാരറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഒരു വലിയ മലയാണ് കേട്ടോ ഇത്. പിന്നെ ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് കൃഷികളൊക്കെ വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം
ഞങ്ങളിപ്പോൾ ഒരു ഏപ്രിൽ 1 ഒക്കെ ആയപ്പോഴാണ് വന്നത് ഇവിടെ. അതുകൊണ്ട് കൃഷികളൊന്നും കുറച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടേക്കുവാണിപ്പം. അപ്പൊ ഈ കാഴ്ചയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടേക്കുവാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി. അപ്പൊ ഊട്ടിയിലെ നൈറ്റ് ലൈഫ് ആസ്വദിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. നമ്മളിത് പാനിപ്പൂരി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി സ്റ്റോഴ്സ് ഉണ്ട് കേട്ടോ. സ്വെറ്ററിന്റെ സ്റ്റോഴ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മളെല്ലാവരും സ്വെറ്റർ ഇട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര തണുപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലോത്തിങ്ങിന്റെ സ്റ്റോറാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഇനി നമ്മള് ഫുഡ് സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ പോവാൻ പോകുന്നത്. ഇവിടെ ഫുൾ സ്ട്രീറ്റ് കടകളാണ്. ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്കിനി പോവാം. ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടിക്കുണ്ട്. ഞങ്ങൾ എല്ലാ ഫ്ലേവറും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. ചോക്ലേറ്റ്, നോർമൽ ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഉണ്ട് കേട്ടോ. ഇനിയുള്ള ഊട്ടിയിലെ കാര്യങ്ങൾ, ഊട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ, പിന്നെ കൊത്തഗിരി, കൊടനാട് വ്യൂ പോയിന്റും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പൊ അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.